സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കിൽ പാലം വരെയുള്ള വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത്. വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെക്കിൽ പാലം മുതൽ പെരിയ ഭാഗം, പെരിയൊക്കെ കഴിഞ്ഞു കേരള സർവകലാശാല ഉണ്ടല്ലോ, ആ ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. NH-66 ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാലമാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഉള്ളത്. പാലം കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിലും ചെർക്കള ഭാഗത്തേക്ക് പോകുമ്പോഴും വലിയൊരു കയറ്റമാണ്, പാലം കഴിഞ്ഞതിന് ശേഷം വലിയൊരു കയറ്റമാണ്. അപ്പോൾ ഈ രണ്ട് കയറ്റം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് സുഹൃത്തുക്കളെ ടാസ്ക് ഉള്ള പണി. ഇവിടെ നല്ല വേഗത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പാഞ്ഞു പോയിരുന്നത്. ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ ഉണ്ടായിരുന്നു. സർവീസ് റോഡ് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് സർവീസ് റോഡ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടോ എന്താണോ അവസ്ഥ എന്നറിയില്ല. ഏതായാലും ഇരുവശവും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഒരുപാട് വീടുകളുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആൾ മനസ്സിലില്ലാത്തൊരു ഏരിയ ആണെന്ന്. ഇവിടെയും കൊടും വളവുകളാണ് സുഹൃത്തുക്കളെ. ഒരു സൈഡിൽ മണ്ണുട്ടിയർത്തിയതല്ല, ആ ഒരു മണ്ണ് കട്ട് ചെയ്തിട്ട്, അതായത് കട്ട് ചെയ്തിട്ടാണ് ഈ പകുതി ഭാഗത്തെ ടാറിങ് പരിപാടികളൊക്കെ തീർത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും ഇവിടെ എന്തായിരുന്നു. ഈ ഭാഗത്തൊരു ക്രെയിൻ ഇങ്ങനെ യൂട്ടേൺ ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. തൽക്കാലം വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മീറ്ററോളം വീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞു പോകാട്ടോ, ഒരു ചുരം തന്നെ. കാസർഗോഡ് ജില്ലയിൽ ഒരു ചുരമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് ഇത് തന്നെയാണ്. ഇനി വേറെ ഏതെങ്കിലും ചുരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷൻ വരെ നിലവിലുള്ള റോഡൊക്കെ മാന്തി പൊളിച്ചിട്ട് പുതുതായി നിർമ്മിച്ച റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വളരെ അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അതായത് ഒരാളും മനുഷ്യനില്ലാത്തൊരു സ്ഥലമാണ്. കൊടും വളവായിരുന്നു, നല്ല ഡേഞ്ചർ വളവായിരുന്നു കേട്ടോ. കട്ട് ചെയ്തിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നിലവിൽ റോഡുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് ഇപ്പോൾ വലതുവശത്ത് കോൺക്രീറ്റ് വാൾ വരാൻ ചാൻസ് ഉണ്ട്. ഇടതുവശത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടി ആയിരിക്കും. കാരണം മറ്റുള്ള സൈഡിലൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് വാളെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവ് വരും സുഹൃത്തുക്കളെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ആ കുന്ന് കട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നടക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ മണ്ണിട്ട് നിറക്കണം. അപ്പോൾ അതിനു മുമ്പ് എന്താണ്, ആദ്യം വാളിൻ്റെ പണി തീർക്കണം. വാളിൻ്റെ പണികളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ മണ്ണിട്ട് നിറക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെയും സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. സർവീസ് റോഡ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആദ്യമുള്ള റോഡ് നോക്കിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് ഉയരത്തിലാണ് പുതിയ റോഡ് വരുന്നത്. ആദ്യമുള്ള റോഡാണ് ആ ഒഴിഞ്ഞ് കിടക്കണ ഒരു ഷേപ്പാവും, റാമെന്ന് മുട്ടിക്കണ് അമ്മാതിരി വളവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമുള്ള റോഡിൽ നിന്ന് കുറച്ചും കൂടി ഉയരത്തിലാണ് പുതുതായിട്ടുള്ള റോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഏതായാലും പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ ഹിമാചൽ പ്രദേശിലോ അല്ലെങ്കിൽ കാശ്മീരിലോ ലഡാക്കിലൊക്കെ റോഡ് നിർമ്മിക്കുന്നത് പോലെ തോന്നും. പക്ഷെ മണ്ണ് കാണുമ്പോൾ അങ്ങനെ തോന്നൂല. അമ്മാതിരി ഹെവി ടാസ്ക് വർക്കാണ് മേഘയ്ക്ക് കിട്ടിയിട്ടുള്ളത്. മേഘ ആയതുകൊണ്ട് കുഴപ്പമില്ല. മേഘ ഇതേപോലെ ജമ്മുവിലും ലഡാക്കിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത കമ്പനിയാണ്. ഇവിടെ പിയറിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഈ ഭാഗം മണ്ണുട്ടിയർത്താതെ മേൽപ്പാലത്തിലൂടെ പാത കടന്നു പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ചോദിച്ച് മനസ്സിലാക്കാൻ മേഘയുടെ ആരെയും ഇവിടെ കണ്ടിട്ടില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ പാലം എല്ലായിടത്തും പാലമില്ലാതെ തോന്നുന്നു. ഒരു സൈഡിൽ കോൺക്രീറ്റ് വാൾ ചെയ്യുമെന്ന് അന്ന് എന്നോട് ഇവിടുന്ന് ഒരു എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ട കുന്നാണ് സുഹൃത്തുക്കളെ ആ കാണുന്നത്. ചെർക്കള ഭാഗത്തുള്ള കുന്നുണ്ടല്ലോ, അതാണ് ആ കാണുന്നത്. ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള പാത നിർമ്മാണത്തിന് കുറേ കാലതാമസം വേണ്ടി വരും. ഈ രണ്ട് കുന്നുകൾ തമ്മിൽ ഒരു വയഡക്റ്റ് നിർമ്മിച്ചാൽ മതി. പക്ഷെ അതിനെന്താ അറിയോ, ഒരുപാട് പൈസ ചിലവാണ്. ചിലപ്പോൾ 5 റീച്ചിലെ വർക്കിൻ്റെ പൈസ വേണ്ടി വരും ഈ രണ്ട് കുന്നുകൾക്ക് തമ്മിൽ ഒരു പാലം നിർമ്മിക്കാൻ. അമ്മാതിരി നല്ല ഉയരത്തിലാട്ടോ രണ്ട് കുന്നുള്ളത്. അപ്പോൾ ഭാവിയിൽ ചിലപ്പം വരുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും ഇങ്ങനെ പോട്ടെ. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ്റിന് തോന്നും ഇത് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ചട്ടഞ്ചാൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ക്ലാരിറ്റി കമ്മി ആയതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പറപ്പിക്കുന്നത് കേട്ടോ. സൂര്യനും ക്യാമറയും നിറക്കുന്നവരെ നോക്കുമ്പോൾ എന്താണ് ക്ലാരിറ്റി കമ്മിയായിട്ട് വരും. ചട്ടഞ്ചാൽ അങ്ങാടിയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗർഡർ പൊക്കി വെക്കാനുള്ള പുറപ്പാടിലാണ് ഒരു സൈഡിൽ നിലവിലെ റോഡ് മാന്തി പൊളിച്ചിട്ട് വേണം പിയറിൻ്റെ പണി നടത്താൻ. അപ്പോൾ ഏതായാലും സർവീസ് റോഡ് തുറന്നു കൊടുത്തതിന് ശേഷമായിരിക്കും
മറ്റേ ഭാഗത്തെ പിയറിൻ്റെ പണികളൊക്കെ നടത്തുക. ഇടതുവശത്തേക്കുള്ള റോഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അപ്പോൾ ചട്ടഞ്ചാൽ അങ്ങാടിയിൽ ഇതാണ് നടന്നിട്ടുള്ളത്. നല്ല മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തതിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് പിയർ ക്യാപ്പിൻ്റെ മുകളിലൊക്കെ വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് വാഷ് അല്ല, കുമ്മായം പൂശുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയാരോ പിന്നെ അങ്ങോട്ട് ഒരു പണി എന്ന് പറഞ്ഞാൽ മറ്റുള്ള റീച്ചിനെ പോലെ അത്ര നല്ല വേഗതയിലുള്ള പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പൊയ്നാച്ചിയിൽ എത്തിയിട്ടുണ്ട്. പൊയ്നാച്ചിയിൽ പിന്നെ കാര്യമായിട്ട് നടന്ന പണികൾ എന്താ വെച്ചാൽ ഒരുപാട് ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീച്ചിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊടാത്ത സ്ഥലത്ത് അതേപോലെ വെച്ചും കേട്ടോ. പക്ഷെ ഇപ്പോൾ എല്ലാ ഭാഗത്തും ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൊയ്നാച്ചി ആ പമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് അവസ്ഥ. കാര്യമായിട്ടുള്ള ഒരു പണിയും നടന്നിട്ടില്ല. എപ്പോഴും നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഇതാണ് പൊയ്നാച്ചി ടൗൺ. പൊയ്നാച്ചി ടൗണിൽ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല കേട്ടോ. അതായത് ഈ ഒരു ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ പണികളൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കാസർഗോഡ് ഈ ഹൈവേയിൽ നിന്ന് ഇടതുവശത്തേക്ക് പോകുന്ന റോഡുകളൊക്കെ അടിപൊളിയാണ്. അതായത് മലയോര മേഖലയിലേക്ക് പോകുന്ന റോഡ് സൂപ്പർ റോഡാട്ടോ. ഇതേതനി ബദിയൊടുക്ക ഭാഗത്തേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. അതായത് കർണാടകൻ്റെ ആ അതിർത്തിയിലേക്ക് അടിപൊളി റോഡാണ് സുഹൃത്തുക്കളെ. എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മളെ മഞ്ചേശ്വരം ഭാഗത്തു നിന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ്, ഒസങ്കടി ഓവർപാസിൻ്റെ ആ സൈഡിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ്, കുമ്പള ടൗണിൽ നിന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച ആ റോഡ്, എന്താ അതൊക്കെ റോഡ് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോയിമുട്ട ഉരുട്ടിട്ടുകയെന്നുണ്ടെങ്കിൽ ആ മലൻ്റെ മേലിൽ നിന്ന് ഒരു കോയിമുട്ട ഉരുട്ടിട്ടുകയെന്നുണ്ടെങ്കിൽ നേരെ ഹൈവേ മേലെ വന്നാൽ നിൽക്കുള്ളൂ. അമ്മാതിരി മിനിസുള്ള റോഡ്, എന്താ റോഡ് വരാം. ഔ, കിടന്നുറങ്ങാൻ തോന്നുന്നു, അമ്മാതിരി മിനിസുള്ള റോഡാണ്. അങ്ങനെ പൊയ്നാച്ചി ടൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികൾ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GSP ഇടുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ റോഡിൻ്റെ പണികൾ ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡിൻ്റെ പണി ഇപ്പോഴും നടക്കാത്ത ഭാഗമുണ്ട്. ഈ മെയിൻ റോഡിൻ്റെ പണി കഴിഞ്ഞ സ്ഥലത്തൊന്നും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇതാണ് മേഘയുടെ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിൻ്റെ ഈ ഭാഗത്തേക്ക് 6 വരിയുടെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. കമ്പിയായിട്ട് വന്ന ലോറിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ലോറി ഉണ്ട് കേട്ടോ. നല്ല ഹെവി കമ്പിയാണ്. അപ്പം ഇവിടെ നടുവിൽ ക്രാഷ് ബാരിയർ വെക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ട് നമുക്ക് നടുവിലുള്ള ഡിവൈഡറിൽ ചെടികളും മറ്റൊന്നും വെക്കാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, നാഷണൽ ഹൈവേ 6 വരിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സ്ഥലമേറ്റെടുപ്പ് പ്രകാരം 60 മീറ്ററെങ്കിലും മിനിമം വേണം. എന്നാലേ നടുവിൽ ചെടി, മരങ്ങൾ, അങ്ങനത്തെ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമുക്കാകെ കിട്ടിയിട്ടുള്ളത് 45 മീറ്ററാണ്. 45 മീറ്ററിൻ്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, നൂലാമാലകളൊക്കെ നിങ്ങൾ അറിഞ്ഞതല്ലേ. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നുള്ള സ്ഥലം എൻ്റെ നാട്. എൻ്റെ നാട്ടിലാണെങ്കിൽ ആദ്യം പണി തീർന്നു ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ നൂലാമാലകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 45 മീറ്ററിൽ ഒതുക്കിയത്. 45 മീറ്ററിൽ 4 വരി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവിൽ ഒരുപാട് സ്ഥലം ഉണ്ടാകും. പക്ഷേ നമ്മൾ കേരളത്തിൽ ഭാവി കണക്കാക്കിയിട്ട് കേരള സർക്കാർ 6 വരി വേണം എന്ന് പറഞ്ഞത് കൊണ്ടും പിന്നെ ആക്സസ് കൺട്രോൾ ഹൈവേകളാണ് 4 വരിയിൽ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഒരിക്കലും, നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഭൂനിരപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആക്സസ് കൺട്രോൾഡ് ഹൈവേ, അതായത് എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ 6 വരിയായിട്ട് കൂട്ടിയത്. അപ്പോൾ 6 വരി മെയിൻ റോഡ്, 6 വരിയും സർവീസ് റോഡ് 2. അപ്പം അങ്ങനെ ടോട്ടൽ 8 വരിയാണ് നമ്മുടെ പാത. അപ്പോൾ ഈ ഒരു 45 മീറ്ററിൽ 8 വരി പാത നിർമ്മിക്കുന്നത് കൊണ്ടാണ് നടുവിൽ ക്രാഷ് ബാരിയർ, നടുവിലത്തെ ഡിവൈഡറിൽ ചെടികളും മറ്റൊന്നും വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 2 സ്ഥലം കവർ ചെയ്ത് പോയിട്ടുണ്ട്. മൈലാട്ടി, ബട്ടത്തൂർ. മൈലാട്ടി പറഞ്ഞാൽ മേഘയുടെ ആ ഒരു ക്യാമ്പ് ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതായത് പ്ലാന്റ് ഉള്ള ഭാഗമാണ് മൈലാട്ടി. ബട്ടത്തൂരാണ് അണ്ടർപാസ് ഉള്ളത്. എൻ്റെ അമ്മേ, ഇത് നോക്കിയാണെങ്കിൽ ഇലക്ട്രിക് ലൈന്, ഇതോ ഹൈ ടെൻഷൻ കേബിളാണ്. അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിച്ചെടുക്കും. ഇതേപോലത്തെ കേബിളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വീഡിയോ. പിന്നെ പല ആളുകളും പറയാറുണ്ട് ഡ്രോൺ ഒന്നുകൂടി താഴ്ത്തിയിട്ട് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് പൊക്കിയിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണാതെ, എനിക്ക് ഈ ഡ്രോൺ കാണാൻ പറ്റില്ല. ഞാൻ ഒരുപാട് അപ്പുറത്തായിരിക്കും, ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കാൻ വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ഡ്രോൺ പൊക്കിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എവിടെ എത്തിക്കണമല്ലോ, പെരിയാട്ടെടുക്ക ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ, അതായത് ചെർക്കള ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ആറി പാനലൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെരിയാട്ടെടുക്ക, ബദിയൊടുക്ക, അങ്ങനത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ റോഡിൻ്റെ പണികൾ ഒരുപാട് സ്ഥലത്ത് കഴിഞ്ഞതാണ്. ആ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ഇവിടെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അധികം വാഹനം തിരക്കില്ലാത്തൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അതായത് കാസർഗോഡ് ടൗണിലേക്ക് പോകുന്ന ആളുകളും മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ കാഞ്ഞങ്ങാട് വഴി സംസ്ഥാന പാത വഴിയാണ് കാസർഗോഡിലേക്ക് പോവുക. ഇതിലൂടെ ഈ ലോറികളും കുറച്ച് ബസ് മാത്രമാണ് പോകാറ്. അതുകൊണ്ടാണ് തിരക്കില്ല. അതിപ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ, ആളും മനുഷ്യനില്ലാത്ത റോഡ് പോലെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട്, ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ട്. പക്ഷേ മറ്റുള്ള റീച്ചുകളിൽ ഡ്രെയിനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ടാകും. മെയിൻ റോഡിൻ്റെ പണിയാണ് ബാക്കിയുണ്ടാവുക. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട്. ഒന്ന് അങ്ങോട്ട് നോക്കൂ, ഒരു അടിപൊളി മിനാരം കണ്ടില്ല നിങ്ങളവിടെ? എന്താണത്? കോളേജാട്ടോ. ഒരു അടിപൊളി കോളേജ് വരുന്നുണ്ട്. ഏത് കോളേജാന്ന് നിങ്ങൾക്കറിയില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. കുനിയ ഭാഗത്താണ് ആ ഒരു അടിപൊളി കോളേജ് വരുന്നത്. ഏതോ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. PG ഒക്കെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അതിലോട്ട് പോകേണ്ട കാര്യമില്ല. അത് നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കെന്താണ്, ഈ കുനിയ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേ അല്ലല്ല, കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സൈഡിൽ ഇടത് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല സുഹൃത്തുക്കളെ. ആ കോളേജിൻ്റെ വിഷ്വൽ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രോൺ പൊക്കി നോക്കിയത്. പക്ഷെ അവിടെ കണ്ടിട്ട് ഞങ്ങൾ കോട. അപ്പോൾ ഏതായാലും അത് പോട്ടെ. പിന്നെ ഞാൻ എപ്പോഴും നെഗറ്റീവ് കമൻറ്റ്, അതായത് നമ്മൾ ഈ ഭാഷാ പ്രശ്നത്തിൽ അല്ലെങ്കിൽ എൻ്റെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടുള്ള സംസാരം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആളുകൾ പറയുമ്പോൾ ആ ഒരു കമൻറ്റ് മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയൽ. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് എൻജിനീയർമാരുണ്ട്, പ്രായം കൂടിയിട്ടുള്ള ആളുകളുണ്ട്, റിട്ടയർഡ് ചെയ്ത ആളുകളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ, ചെക്കന്മാരുണ്ട്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നല്ല വിദ്യാഭ്യാസവും എന്നെക്കാളേറെ വിവരമുള്ള ആളുകളൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പല ആളുകളും എൻ്റെ വീഡിയോയിൽ നല്ല നല്ല കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇനി മുതൽ ഞാൻ മാറാൻ പോവുകയാണ്. ഞാൻ മാറി. ഇനി എൻ്റെ വീഡിയോക്ക് അടിയിൽ വരുന്ന പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുകയുള്ളൂ. നെഗറ്റീവ് കമൻറ്റ് എന്തായാലും എൻ്റെ ഭാഷാശൈലി, മലപ്പുറം സ്ലാങ്, എൻ്റെ സ്ലാങ്ങിനെ പറ്റിയൊക്കെ ആയിരിക്കും. അത് പോട്ടെ, അതൊക്കെ കേട്ട് പോയിക്കണം. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ റോഡ് മാത്രം വന്നിട്ട് കാര്യമില്ല, അതിന് എങ്ങനെ ഓടിക്കണം എന്നും പഠിക്കണം, ഇല്ലെങ്കിൽ വലിയ തോതിൽ ഫൈൻ ഈടാക്കണം, അത്രയും മോശമാണ് നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം. ഈ ഒരു കാര്യം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളും അതേപോലെ അനുഭവ സമ്പത്തുള്ള ആളുകളും വിദേശത്ത് ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകളായിരിക്കട്ടെ. കാരണം അവർക്ക് ഈ വിദേശത്ത് പോകുമ്പോഴാണ് നമ്മളെ നാട്ടിലെ ഡ്രൈവിങ്ങും വിദേശത്തുള്ള ഡ്രൈവിങ്ങും വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഡ്രൈവിംഗ് ഒക്കെ എത്ര മോശമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇവിടുത്തെ ഡ്രൈവിംഗ് മാത്രം പരിശോധിച്ചാൽ നമ്മളെ ഡ്രൈവിംഗ് അവർക്ക് മാന്യതായിട്ട് തോന്നും. അവർ പുറത്ത് പോയിട്ട് അവർക്കൊരു അനുഭവമുണ്ട്. അവിടെ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ട് മാത്രമേ അവർ ഡ്രൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അവരങ്ങനെയുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കമൻറ്റിനെ നിസ്സാരമായിട്ട് കാണാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം എന്താ പറയുക, ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമൻറ്റുകളാണ്. അതേപോലെ പല ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ആളുകൾ വീഡിയോയിൽ പറയാറുണ്ട്. അതിനിടയിൽ കൂടെ കാഴ്ചകൾ നോക്കിക്കോളി, സ്ഥലപ്പേര് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. 1. ഹെവി വാഹനങ്ങൾ, ബസ്സുകൾ ഫസ്റ്റ് ലൈനിൽ മാത്രം കീപ്പ് ചെയ്ത് പോകണം. മറ്റ് 2 ലൈനുകളിൽ കയറുന്നത് നിരോധിക്കണം. ട്രക്ക് ലൈന്. 2. സ്പീഡ് ട്രാക്ക് ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മിനിമം 100 km/h സ്പീഡിൽ മാത്രം പോകാൻ ഉപയോഗിക്കുക. 3. 150 cc താഴെയുള്ള ബൈക്കുകൾ സർവീസ് റോഡ് വഴി മാത്രമാക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ മാത്രം ഉപയോഗിക്കുക. അതിൽ ഫസ്റ്റ് ലൈൻ മാത്രമായിരിക്കും ഉപയോഗിക്കൽ നടക്കുക. കേരളത്തിൽ എന്തായാലും ആക്സസ് കൺട്രോൾഡ് ഹൈവേ അല്ലാത്തത് കൊണ്ട് ബൈക്ക് എന്തായാലും 6 വരിയിൽ കയറ്റുന്നതായിരിക്കും. 4. വണ്ടി ഒരു ട്രാക്കിൽ മാത്രം പോവുക. ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ കൃത്യമായ ഇൻഡിക്കേറ്റർ ഇടുക. അത് നല്ലൊരു കാര്യമാണ്, എല്ലാന്നുണ്ടെങ്കിൽ ഫൈനൊക്കെ വേണം. 5. ഹെവി CC ബൈക്കുകൾ തോന്നും പോലെ വെട്ടിച്ച് ട്രാക്ക് മാറ്റുന്നത് പൂർണ്ണമായും നിരോധിക്കുക. 6. ഹെവി ലോഡ് ട്രക്കുകൾക്ക് പീക്ക് ടൈമിൽ നിരോധനം ഏർപ്പെടുത്തുക, ഏകദേശം 2 മണിക്കൂർ വീതം. 7. അറ്റ്ലീസ്റ്റ് 15 കിലോമീറ്റർ വീതം ഹെവി വണ്ടികൾക്ക് റെസ്റ്റ് ഏരിയ വെക്കുക. ഇതൊക്കെ പാലിച്ചാൽ അടിപൊളി ഹൈവേ കിട്ടും, അല്ലെങ്കിൽ റോഡ് എത്ര വലുതായിട്ടും കാര്യമില്ല. ഇതൊക്കെ നല്ലൊരു മെസ്സേജാണ്. ഇതേപോലെ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോക്കടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് ഡ്രൈവിംഗ് മാനേജ് പറഞ്ഞ സംഭവം എന്നല്ല, തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക, നൂൽ കട്ടിങ് എന്നൊക്കെ പറയും. അതായത് ഒരു ഗ്യാപ്പ് കണ്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചൊക്കെ പോകുക.
അങ്ങനത്തെ ഒരുപാട് ഡ്രൈവിംഗ് മാനേഴ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയെ നമുക്ക് ഇല്ല. അപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ സിലബസിൽ ഈ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടും റോഡിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ കുറിച്ചിട്ട് അടുത്ത വർഷം മുതൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതേതായാലും ഉൾപ്പെടുത്തട്ടെ. ചെറിയ മനസ്സുകളിൽ ഡ്രൈവിങ്ങിൻ്റെ മാന്യതയും അതേപോലെ റോഡിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പഠിപ്പിച്ച് കൊടുത്തുകയെന്നുണ്ടെങ്കിൽ വലുതാവുമ്പോൾ അവരതേപോലെ ഉപയോഗിക്കും. നമ്മളൊക്കെ തോന്നിയ പോലെയാണ്. അങ്ങനെ നമ്മൾ ഏത് ഭാഗത്ത് എത്തിയോ ഇപ്പോൾ നിങ്ങൾ കേരള കേന്ദ്ര സർവകലാശാല ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇടതുവശം കണ്ടില്ല നിങ്ങൾ, എത്ര പോരെ സ്ഥലമാണ് ഒഴിഞ്ഞു കിടക്കുന്നതോ. അപ്പോൾ ഇതിന് സർവകലാശാലയുടെ സ്ഥലമാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥലമാണോ എന്നറിയില്ല. ഏതായാലും പാറപ്പുറമാണ്. പാറപ്പുറത്ത് ഇനി എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ വരുമോ അറിയില്ല. ഏതായാലും ഈ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ റീച്ചിൽ പല ഭാഗത്തും. കാഞ്ഞങ്ങാട് ആ ഭാഗം പോലെയല്ല ഈ ഭാഗത്ത്, ചെർക്കള മുതൽ മാവുങ്കൽ ഭാഗം വരെ ഒരു സൈഡിൽ നല്ല രീതിയിൽ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു ഏരിയയാണ്. അപ്പം ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയിൽ റോഡ് പണിയുടെ വിഷയം നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ആ സ്ഥലപ്പേരുകളൊക്കെ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും എന്ന് തോന്നുന്നു. ഇവിടെയുള്ള ആളുകൾക്ക് മാത്രം വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലൻ്റെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ ഇങ്ങനെ യൂ ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ, ഇവിടെയൊക്കെ മെയിൻ റോഡിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇതേപോലെ സർവീസ് റോഡിലൂടെ ആയിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോയിരുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് സിലബസ് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറ്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ ഏതായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കേണ്ടി. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളി. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ്. യു അഗെയിൻ. ബൈ ബൈ. പിന്നെ നിങ്ങളെ പരിസരത്തുള്ള സ്ഥലം ഏതെങ്കിലുമൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ ആ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ആ സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ട്